നീ എഴുന്നേൽക്കുന്നോ അതോ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കണോ? ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ച നിന്റെ മേല് നോവും. അതിനിട വരുത്തണ്ട. എഴുന്നേറ്റ് നിൽക്കുന്നതാ നിനക്ക് നല്ലത്. ജോലി സമയത്ത് പരദൂഷണം പറയാം, എന്നിട്ട് ചോദിക്കുമ്പോ തർക്കുത്തരം പറയാം. പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി നടക്കുന്നവളായിരുന്നു നീ. പക്ഷേ ഇപ്പൊ നിനക്കും കൊമ്പ് മുളക്കും, പ്രിയന്റെ ബലത്തിൽ അല്ലേ? അതുകൊണ്ടാണ് ഈ തർക്കുത്തരം. അതിന്റെ കാരണം എനിക്കറിയാം. കരുണാകരൻ സാറിന് ചോദിക്കാൻ അധികാരമില്ലെന്നുള്ള ധൈര്യം. കരുണാകരൻ സാറിന്റെ പവർ എന്താന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരടി. പ്ലീസ് സർ, വീട് സർ. വേദനിക്കുന്നു സർ, വല്ലാതെ വേദനിക്കുന്നു സർ. വേദനിക്കട്ടെ. വീട് സർ, വീട്. എന്തൊരു ദുഷ്ടത്തരമായി കാണിക്കുന്നത്. കമ്മലടക്കമാ പിടിച്ചിരിക്കുന്നത്. ജീവൻ പോകുന്ന വേദനയായിരിക്കും. അയാൾക്ക് ഭ്രാന്തായെന്നാ തോന്നുന്നത്. വേണ്ട സർ, വീട് സർ. കരുണാകരൻ സാറിനോട് ആരെങ്കിലും ഒന്ന് പറയേ. വേണ്ട സർ, പ്ലീസ്. എന്താ സാർ ഇത്? എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഉപദ്രവിക്കും. എന്റെ അണ്ടറിൽ ജോലി ചെയ്യുന്നവരെ ഞാൻ ഉപദ്രവിക്കും. ചെവിക്ക് പിടിക്കും, വേണ്ടി വന്ന ബെൽറ്റൂരി അടിക്കും, കണ്ണിൽ ഞാൻ കാന്താരി മുളക് എഴുതും. എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യും. നീ ആരടാ എന്നെ ചോദ്യം ചെയ്യാൻ? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് സാറിന് ചെയ്ത് കാണിക്കും. ഞാൻ ആരാണെന്ന് അപ്പ സാറിന് മനസ്സിലാവും. നീ എന്ത് ചെയ്യും? എന്നെ മൂക്കിൽ വെച്ച് കയറ്റോ? ആണെങ്കിൽ ചെയ്ത് കാണിക്കടാ. ചെയ്ത് കാണിക്കേ, കാണിക്കടാ, കാണിക്കേ. സാറിനുള്ള എല്ലാ പവറും ഈ കമ്പനിയിൽ എനിക്കുണ്ട്. അത് സാറ് മറക്കണ്ട. ഒരു കാരണവും ഇല്ലാതെ ഞങ്ങൾ ഒരാളുടെ മെക്കിട്ട് കയറിയ ഞാൻ ചോദ്യം ചെയ്യും. ആവശ്യം വന്ന് അടിക്കുകയും ചെയ്യും. കരുണാകരൻ സാറിനെ എന്തിനാ തല്ലിയെന്ന് കൈലാഷ് സാർ പോലും എന്നോട് ചോദിക്കില്ല. അയ്യോ, പാവം കഥയറിയാന്ന് തിളയ്ക്ക മണ്ടൻ. നീ എന്താ പറഞ്ഞത്? എനിക്കുള്ള എല്ലാ പവറും ഈ കമ്പനിയിൽ നിനക്കുണ്ടെന്ന് അല്ലേ? ഉണ്ടായിരുന്നു ഒരു 5 മിനിറ്റ് മുമ്പ് വരെ. മോനെ ആക്ഷൻ ഹീറോ പ്രിയ, കൈലാഷ് നിന്റെ തലയിൽ എടുത്തു വെച്ചെന്ന കിരീടം PK സാറെടുത്തേ കുപ്പത്തൊട്ടിൽ വലിച്ചെറിഞ്ഞു. ഇപ്പൊ നീ ഈ കമ്പനിയിലെ ഒരു പുല്ലും അല്ല. നിനക്കേ മസില് മാത്രമുള്ളൂ, ബുദ്ധിയില്ല. ഈ ഗാർമെന്റ്സ് കമ്പനിയില് ഈ ബ്ലോക്കിലും ആ ബ്ലോക്കിലും എല്ലാ ബ്ലോക്കിലും ഞാനാണ് ഇൻചാർജ്. ഞാൻ മാത്രമാണ് ഇൻചാർജ്. എല്ലാ പവറും എനിക്കാ. ലേബേഴ്സിനെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് തീരുമാനിക്കാം. ജോലിയിൽ ഉഴപ്പുന്നവരെയൊക്കെ തല്ലാം, ജോലിക്കിടയിൽ പരദൂഷണം പറയുന്നവരെ ചെവിക്ക് പിടിക്കാം. വേണമെങ്കിൽ എനിക്ക് അവരെയൊക്കെ ഒറ്റക്കാലിൽ നിർത്താം. അനുസരിക്കാൻ മനസ്സില്ലെന്ന് പറയുന്നവരെ എനിക്ക് കഴുത്തിന് പിടിച്ച് ഗേറ്റിനുള്ളിൽ തള്ളാം. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിനക്കൊരു മണ്ണാങ്കട്ടം ചെയ്യാൻ കഴിയില്ലെന്ന്. എന്താ ഇവിടെ സംഭവിച്ചെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? ഇവിടെ ഒരുത്തിയെ മിണ്ടാപ്പൂച്ച പോലെ നിൽക്കുന്ന കണ്ടില്ലേ? ഇവളൊരാള് കാരണ നിനക്ക് ഈ ദുരവസ്ഥ ഉണ്ടായത്. ഇനിയും നീയെ ഇവളെ തലയിലെടുത്ത് വെച്ച് നടന്നു. നാശത്തിന്റെ പടുകൂരിൽ വീണ് തൊലഞ്ഞു പോകുന്നത് വരെ നീ ഇവളെ ചുവന്ന് നടന്നു. ആർക്കൊന്നും മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം.